ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വർമ്മ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയാണ്. സ്റ്റാഫുകളെല്ലാം ശ്യാമയോട് പരാതി പറയുമ്പോൾ എല്ലാം ശരിയാകുമെന്നും എൻ്റെ കണ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകുമെന്നും ശ്യാമ പറയുന്നു. ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ് അതൊന്നും നടക്കാനേ പോകുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ഐശ്വര്യയുടെ സ്വഭാവം ശ്യാമയ്ക്ക് നന്നായി തന്നെ അറിയാവുന്നതല്ലേ. എന്നിട്ടാണ് അവളുടെ കുഞ്ഞിൻ്റെ പേരിൽ നമ്മൾ എഴുതി കൊടുത്ത പ്രോപ്പർട്ടിയെല്ലാം ഐശ്വര്യയുടെ പേരിൽ എഴുതി കൊടുത്തത്. അതും നമ്മളോട് ആരോടും ഒരു വാക്കുപോലും ചോദിക്കാതെ. ഇത് കേൾക്കുന്ന വർമ്മ പറയുകയാണ് അത് നമ്മുടെ മകൻ അരുണിന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്തല്ലേ വസു. പക്ഷേ ശ്യാമയ്ക്ക് എന്താ ഇത്രയും ബുദ്ധിയേ ഉള്ളോ? ഐശ്വര്യയുടെ സ്വഭാവം അവൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഈ വീടും ഇപ്പോ ഐശ്വര്യയുടെ പേരിലായി. അവളിനി വന്ന് ഇവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? ഇത് കേട്ടുകൊണ്ട് ഐശ്വര്യയും സുരഭിയും അങ്ങോട്ടേക്ക് വരികയാണ്. ഏയ്, അച്ഛനെയും അമ്മയും അത്ര പെട്ടെന്നൊന്നും ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടില്ല. തുടർന്ന് സുരഭി പറയുകയാണ് തൽക്കാലം ആനന്ദേട്ടൻ ആ സെറ്റിയിൽ നിന്നൊന്ന് എഴുന്നേറ്റേ, എനിക്ക് വിശാലമായിട്ടൊന്ന് ഇരിക്കണം. ഇത് കേൾക്കുന്ന വസുന്ധര ദേഷ്യത്തോട് ചോദിക്കുകയാണ് ആനന്ദേട്ടൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കണമെന്ന് സുരഭിക്ക് എന്താ ഇത്ര നിർബന്ധം? അതെ, ഇതിപ്പോ എൻ്റെ വീടാണ്. എവിടെ ഇരിക്കണമെന്നുള്ളതേ എൻ്റെ ഇഷ്ടമാണ്. വേണ്ടി വന്നാലേ വസുന്ധര ചേച്ചിയെയും ആനന്ദേട്ടനെയും നിങ്ങളുടെ മുറിയിൽ നിന്നും ഇറക്കിവിട്ട് ഞാനും മോളും ആ മുറിയിൽ കഴിയും. എന്താ, നിങ്ങൾക്ക് കാണണോ? ഇത് കേൾക്കുന്ന വസുന്ധര ദേഷ്യത്തോടെ ശ്യാമയോട് ചോദിക്കുകയാണ് ശ്യാമേ, ഇവര് പറയുന്നതെല്ലാം നീ കേട്ടില്ലേ? ഇതിന് എന്ത് മറുപടിയാ നിനക്ക് പറയാനുള്ളത്? ഇവിടെയാണെങ്കിൽ ഇങ്ങനെ, ഓഫീസിലാണെങ്കിൽ അതിനേക്കാൾ കഷ്ടമാണെന്ന് ആദി പറയുമ്പോ വസുന്ധര പറയുകയാണ് സുരഭി പറഞ്ഞത് ശരിയാണല്ലോ. ഇതിപ്പോ അവരുടെ വീടല്ലേ. മറ്റാരോടും നീ ചോദിച്ചില്ല, ശരി തന്നെ. പക്ഷേ ഈ വീടും സ്വത്തുക്കളും ഐശ്വര്യയുടെ പേരിൽ എഴുതി കൊടുക്കാൻ നേരം നിനക്ക് എന്നോടും ആനന്ദേട്ടനോടുമെങ്കിലും ചോദിക്കാമായിരുന്നില്ലേ? ഇവരുടെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ നിൽക്കാനേ എന്നെ കൊണ്ടാകില്ല. പിന്നെ വസുന്ധര ഉണ്ടാകില്ലെന്ന് പറഞ്ഞുകൊണ്ട് വർമ്മയും വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവുകയാണ് വസുന്ധര. തുടർന്ന് ഐശ്വര്യ ശ്യാമയോട് പറയുകയാണ് ശ്യാമേ, ഐശ്വര്യ തുടങ്ങിയിട്ടേ ഉള്ളൂ, നീ കാത്തിരുന്നോ? എന്നാലും ശ്യാമേ, എനിക്കും അരുണിനും വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്തതെന്ന് അശ്വതി ചോദിക്കുമ്പോൾ എല്ലാം നല്ലതിനാണെന്ന് ശ്യാമ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടെ ഇരിക്കുന്ന ശ്യാമയുടെ അടുത്തേക്ക് അമൃത ചെല്ലുന്നതാണ്. ശ്യാമേ, നീ ചെയ്യുന്ന എന്തിനും കൂട്ടു നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ നീ ഇപ്പോൾ ചെയ്ത കാര്യമുണ്ടല്ലോ, അതല്പം കടന്നുപോയി. അമ്മയും അച്ഛനും എത്ര കഷ്ടപ്പെട്ടാ ഈ വീട് വെച്ചത്. ഐശ്വര്യയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. ഇനി അച്ഛനും അമ്മയും എന്നേക്കുമായിട്ട് ഈ വീടിന്റെ പടി ഇറങ്ങേണ്ടി വരില്ലേ? അമൃതേട്ടത്തി, എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല. എങ്ങനെയെങ്കിലും ഡിവോഴ്സ് നടക്കട്ടെ. പിന്നെ എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, എൻ്റെ കണ്ണൻ എപ്പോഴും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കോടതിയിലെത്തിയിരിക്കുന്നതാണ്. ടെൻഷനോടെ നിൽക്കുന്ന അശ്വതിയെ സമാധാനിപ്പിക്കുകയാണ് ശ്യാമയും അരുണും. തുടർന്ന് ശ്യാമ വക്കീലിന്റെ അടുത്തേക്ക് ചെന്ന് എങ്ങനെയെങ്കിലും കേസ് ജയിപ്പിക്കണമെന്ന് പറയുകയാണ്. ഇത് കേട്ടുകൊണ്ട് ഐശ്വര്യ അങ്ങോട്ടേക്ക് വരുന്നു. അഡ്വക്കേറ്റ് ജോൺ സാമുവലിന് ഇന്നത്ര നല്ല ദിവസമല്ലായിരിക്കും. കേസ് കഴിയുമ്പോഴേ തലകുനിച്ചായിരിക്കും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. നിങ്ങളെ അകത്ത് കിടന്ന് എത്ര പയറ്റിയിട്ടും ഒരു കാര്യവുമില്ല. എതിർപക്ഷത്തെ ഞാനാണ് ഐശ്വര്യ. ഇന്ന് ഡിവോഴ്സ് കിട്ടില്ല എന്ന് മാത്രമല്ല, വാദി പ്രതിയാവുകയും ചെയ്യും. ശ്യാമേ, നീ എങ്ങും പോകരുത്, ഇവിടെ തന്നെ ഉണ്ടാകണം. അതെന്തിനാണെന്നോ? കോടതിയിൽ നിന്നും അരുണിനെയും അശ്വതിയും ഒരുമിച്ച് ജയിലിലേക്ക് അയക്കുന്നത് കാണാനായിട്ടാ. ശരി വക്കീലേ. ശ്യാമേ, അപ്പോൾ കോടതിയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കോടതിയാണ്. അരുണിന്റെയും ഐശ്വര്യയുടെയും കേസ് വിളിച്ചിരിക്കുകയാണ്. അരുണി ഡിവോഴ്സിന് തയ്യാറാണോ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ തയ്യാറാണെന്ന് അരുൺ പറയുന്നു. തുടർന്ന് അരുൺ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ്. തുടർന്ന് ജഡ്ജി പറയുകയാണ് ഡോക്യുമെന്റ്സ് എല്ലാം പരിശോധിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഐശ്വര്യയ്ക്ക് കിട്ടാനുള്ള ജീവനാംശമെല്ലാം കിട്ടിക്കഴിഞ്ഞെന്നാണ്. ഇനി ഐശ്വര്യ ഡിവോഴ്സിന് തയ്യാറാണോ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ തയ്യാറല്ലെന്ന് ഐശ്വര്യ പറയുന്നു. 251 പവൻ സ്വർണം കിട്ടാനുണ്ടെന്ന് ഐശ്വര്യയുടെ വക്കീല് പറയുമ്പോൾ ജഡ്ജി ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് മണ്ടത്തരമായി പറയുന്നത്? ആനന്ദ നിലയത്തിന്റെ പകുതി സ്വത്ത് കൂടാതെ 75 ലക്ഷം രൂപ, ഇതെല്ലാം ഇപ്പോ ഐശ്വര്യയുടെ പേരിലല്ലേ. ഈ തുക കടമായി കൊടുത്തതായിട്ടുള്ള ഒരു തെളിവും ഹാജരാക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചിട്ടില്ലല്ലോ. ഇത് കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ പറയുകയാണ് എനിക്ക് എൻ്റെ അരുണിനെ വേണം. ഒരിക്കലും ഒരു ഡിവോഴ്സിന് ഞാൻ തയ്യാറല്ല. ഐശ്വര്യ ഒന്നും മിണ്ടാതിരിക്കുക, ഇത് കോടതിയാണെന്ന് വക്കീല് പറയുമ്പോൾ എവിടെയാണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുമെന്ന് ഐശ്വര്യ പറയുന്നു. അങ്ങനെ ഇപ്പോ ശ്യാമ ജയിക്കണ്ട, അശ്വതി അരുണിനൊപ്പം സുഖിച്ച് താമസിക്കണ്ട, ഇതിനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇത് കേൾക്കുന്ന ശ്രീകുട്ടി വിഷമത്തോടെ ഐശ്വര്യയെ നോക്കുമ്പോൾ അരുൺ ദേഷ്യത്തോടെ ഐശ്വര്യയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.